എവിടെ നിൽക്കി ഒരു പണി കൊടുക്കാനാ. ഈ മന്ത്രിയായി പോയതുകൊണ്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പരക്കെ എല്ലാവരും പറയും. എനിക്ക് ആ റെസ്ട്രിക്ഷൻസിനകത്ത് നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ ഇതൊരു അടിക്കേന്ദ്രം കൂടിയായിരുന്നു എന്ന രീതിയിൽ ഞാൻ ഒന്നും പറയരുതെന്ന് വിചാരിച്ച് ഒതുക്കി പിടിച്ചു. അതുകൊണ്ടാണ് സുകുമാരൻ സാറിന്റെയും മധു സാറിന്റെയും ഒക്കെ ഒരു കഥ പോലും ഞാൻ അങ്ങ് ഒന്ന് ഒതുക്കി വിട്ടത്. അത് വലിയൊരു സംഭവമാണ്. അതല്ല, എന്നെ സംബന്ധിച്ച് ഒരുപക്ഷെ അടിയെന്ന് കേട്ടാൽ വീടല്ല, ഞാൻ ഈ രാജ്യം വിടുന്ന കണ്ടീഷൻ, അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പേടിച്ചോടിക്കളയും. അപ്പൊ ഈ വിറ്റ്നസ് എന്ന് പറയുന്ന, വിറ്റ്നസ് അല്ല, കാലാൾപ്പട എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് വെച്ച് ഒരു ഫൈറ്റ് സീക്വൻസ് എടുക്കുന്ന സമയത്ത് ഞാൻ എന്തോ അതിലെ ഒരു നടനെ പറഞ്ഞൊരു കള്ളക്കഥ, ആ കള്ളക്കഥ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഒറിജിനൽ കഥയൊക്കെ സ്റ്റണ്ട് മാസ്റ്റർക്ക് അറിയാം, ത്യാഗരായൻ മാസ്റ്റർക്ക്. അദ്ദേഹം ഇപ്പോഴും അത് പറഞ്ഞു ചിരിക്കും. അപ്പൊ ഒരു കള്ളക്കഥ ഉണ്ടാക്കി ഈ സുരേഷ് കുമാർ എന്നെ തല്ലാൻ ആളിനെ ഒരുക്കി. ആ നടൻ പോയി ഇദ്ദേഹത്തിന്റെ അടുത്ത്, ഇദ്ദേഹത്തിന്റെ പടത്തിലാണ് ആ സമയത്ത് മെയിനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നത് ചോദ്യം. അവിടെ ചെന്ന് എന്തോ കള്ളക്കഥ പറഞ്ഞ് ഉടനെ അതിനെ ചൊല്ലി എന്നെ തല്ലാൻ ഒരു ഗുണ്ടാ സെറ്റപ്പിനെ അയക്കുകയാണ്. അപ്പൊ ഞാൻ ആ സമയത്ത് അവിടുത്തെ ഷൂട്ടിംഗ് തീർത്ത് ട്രിവാൻഡ്രത്ത് അമൃതയില് നടുക്ക് തൂണുള്ള ഒരു മുറിയുണ്ട്. അതേതാ മുറി? നസീർ സാറിന്റെ മുറി. അപ്പൊ ഞാൻ അതിനകത്താ താമസിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓണം സമയമാണ്. ഞാൻ അന്ന് തറയിലിരുന്നാണ് ഇലയിട്ട് സദ്യ കഴിച്ചത്. വീട്ടിൽ പോകാൻ പറ്റാതെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വന്നു ഷൂട്ടിങ്ങിന്. അപ്പൊ അന്ന് ഈ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ഉണ്ട്, എന്റെ അനിയൻ സുഭാഷും ഉണ്ട്. പെട്ടെന്ന് കയറി വരുന്ന ട്രിവാൻഡ്രത്തെ അന്നത്തെ ആസ്ഥാന തല്ലുകാരുടെ കൂട്ടത്തിൽ, അവരുടെയൊക്കെ കൂട്ടത്തിൽ ആർ കെ ചേട്ടൻ, അപ്പി, സനൽ എല്ലാരും ഉണ്ട്. ഇവരെല്ലാം മല്ലന്മാരായിരുന്നു. ആ കൂട്ടത്തിൽ ടെറർ എന്ന് പറയുന്ന രണ്ടുപേരുണ്ടായിരുന്നു. തടിയൻ സന്തോഷ്, ഇപ്പൊ ഗുരുവായൂർ താമസിക്കുന്ന, വെള്ള താടിയും കറുത്ത മീശയൊക്കെ വെച്ച്, എല്ലാവർക്കും അറിയാം സന്തോഷിന്. പേട്ടയായിരുന്നു വീടല്ലേ സന്തോഷിന്റെ. വലിയൊരു ഉദ്യോഗസ്ഥന്റെ മകനുമായിരുന്നു. ആർമിയാണ്, ഡിഫൻസ്. ഓക്കെ, സന്തോഷിന്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ വളരെ രസകരമാണ്. നമ്മളെല്ലാവരും പക്ഷെ ഓർത്താൽ ചിരിക്കും. പക്ഷെ കരുത്തിന്റെ പര്യായമായിരുന്നു. ഒരു DYSP ഒക്കെ ആ പൊക്കമുള്ള മസ്കറ്റ് ഹോട്ടലിന്റെ മതിലിന് ഇപ്പുറത്ത് നിന്നുകൊണ്ട് തൂക്കിയെടുത്ത് എറിഞ്ഞ് അപ്പുറത്തോട്ട് ഇട്ടിട്ട് പോയ മല്ലന്മാരാണ്. NL ബാലകൃഷ്ണൻ. ബാലേട്ടനും സന്തോഷവുമാണ് സഹോദരങ്ങളാണെന്ന്, ഒരമ്മ വയറ്റിൽ നിന്ന് വന്ന സഹോദരങ്ങളാണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഈ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സുഭാഷ് പറയുന്നുണ്ട്, താഴെ നമുക്ക് പറയണം ആരെയും ഇങ്ങോട്ട് കയറ്റി വിടരുതെന്ന്. ഞാൻ പറഞ്ഞു വരട്ടെ, ഇവിടെ വെച്ച് നമുക്കതങ്ങ് തീർക്കാം. അപ്പൊ അന്ന് പേടിച്ചോടുന്ന ആളാ, പക്ഷെ എനിക്ക് നിവർത്തിയില്ല പോകാൻ. തിരുവോണ ദിവസമാണെന്നാണ് എന്റെ ഓർമ്മ. റൂമില് ആഞ്ഞിടിയാണ്. അപ്പൊ നിശ്ചയിച്ചു, ഓഹ തല്ലുറപ്പായി, സദ്യയുടെ കൂടെ തല്ലും കൂടായി. പെട്ടെന്നാകുന്നു, തുറക്കടാ സുരേഷ്, ഞാനാ സന്തോഷ. അപ്പൊ ഞാൻ പേടിച്ച് തുറന്നകത്ത് വന്നിട്ട് നേരെ വന്നൊരു ഒറ്റ ഇടിയാണ് ആ തൂണിനിട്ട്. എനിക്ക് തോന്നുന്നു ഈ ബിൽഡിംഗ് മുഴുവൻ കുടുങ്ങിയിട്ടുണ്ട്. അത്രയും കരുത്താണ്. നിന്നെ ആരാ തല്ലാൻ വരുന്നത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ സുരേഷ് കുമാർ ഒരു ഗ്രൂപ്പിനെ വിട്ട് ഫോണിൽ വിളിച്ച് വരട്ടിയിട്ടുണ്ട്. ആ സുരേഷ് കുമാർ വരട്ടെ, അവനും ഞാൻ രണ്ടെണ്ണം കൊടുക്കാനായിട്ട് തന്നെ ഇരിക്കുക. എനിക്ക് തോന്നുന്നു അന്ന് സുരേഷ് ചേട്ടൻ വിളിക്കുന്നതല്ലേ സന്തോഷം. അവനും രണ്ടെണ്ണം ഈ പേരും പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് ആ റൂം കിടുക്കി കളഞ്ഞ ഒരു എപ്പിസോഡ് കൂടി ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ തല്ല് കേസുകളുടെ കെട്ടഴിക്കണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് ഒതുക്കി പിടിച്ചത്. എനിക്ക് തോന്നുന്നു അന്ന് തന്നെ ആ പ്രശ്നം സോൾവ് ആവുകയും ചെയ്തു. ഓർമ്മകളുടെ കെട്ടുകൾ അങ്ങോട്ട് അഴിക്കാൻ തുടങ്ങിയാൽ ഇനിയും ഒരുപാട് വിഷയങ്ങളുണ്ട്. ബാക്കിയുള്ളവരെല്ലാം സംസാരിക്കട്ടെ.